ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിബിൻ. എല്ലാവർക്കും ദ ലേഡി വിത്ത് ലാമ്പിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അസസ്മെൻറ്റ് സ്റ്റേഷൻ്റെ പ്രൊസീജിയറാണ്. നേരത്തെ വീഡിയോയിൽ പ്രീ ചെക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്ത് കാണുക. എന്തുകൊണ്ടാണ് ഈ അസസ്മെൻറ്റ് സ്റ്റേഷനിൽ ഈ 90% ആൾക്കാർ ഫെയിൽ ആകുന്നത്, എന്താണ് അതിൻ്റെ ട്രിക്സൊക്കെ എന്തൊക്കെയാണെന്ന് ഇതിൻ്റെ അവസാനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് നേരിട്ട് ഇതിൻ്റെ സ്റ്റേജസിലേക്ക് പോകാം. A2E അസസ്മെൻ്റ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റേഷനിൽ ചെയ്യുന്നത്. നമ്മളെല്ലാവരും നേഴ്സസാണ്, നമ്മൾക്ക് അറിയാം എങ്ങനെയാണ് ഒരു വൈറ്റൽ സയൻസ് എടുക്കേണ്ടത്. പക്ഷേ ഈ NMC കുറച്ച് എന്താ പറയണേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മാർക്കിംഗ് ക്രൈറ്റീരിയ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ മാർക്കിംഗ് ക്രൈറ്റീരിയ നമ്മൾ വൃത്തിയായിട്ട് മീറ്റ് ചെയ്താൽ തന്നെ നമ്മൾ 100% പാസ്സാകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് A2E A ആണ്. അതിനു മുമ്പ് നമ്മൾ പ്രീ ചെക്ക് കഴിഞ്ഞ് നമ്മളുടെ BP അപ്പാരറ്റസും ബാക്കി ആർട്ടിക്കിൾസുമായിട്ട് വന്നിട്ട് ആ കൂടെ ഫോബോച്ച് എടുക്കാൻ മറക്കരുത്. പൾസ് ഓക്സിമീറ്റർ, തെർമോമീറ്റർ, BP അപ്പാരറ്റസ്, ഫോബോച്ച്, ഇത്രയും സംഭവമാണ് നമ്മൾക്ക് ഈ ഒരു സ്റ്റേഷനിൽ വേണ്ടത്. അതുപോലെ പൾസും ഗ്ലൗസും എപ്രോണും ഇട്ടിട്ട് വന്ന് പേഷ്യൻ്റെ അടുത്ത് ഐ എം ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അവരുടെ അടുത്ത് പറയുക, ഞാൻ നിൻ്റെ വൈറ്റൽ സയൻസ് എടുക്കാം, A2E അസസ്മെൻറ്റ് ചെയ്യാനാണ് വന്നത്, അറിയോ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ എസ് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അലേർട്ടിലാണ്. അപ്പോൾ അലേർട്ടിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാനില്ല. യു ആർ അലേർട്ട് ബിക്കോസ് യു ആർ ടോക്കിംഗ് ടു മീ, അത് മാത്രം അവിടെ പറഞ്ഞാൽ മതി. നെക്സ്റ്റ് നമ്മൾ ബ്രീത്തിങ്ങിലേക്കാണ് പോകുന്നത്. ബ്രീത്തിങ്ങിൽ തന്നെയാണ് നമ്മൾ പൾസ് റേറ്റ് നോക്കുന്നതും റെസ്പിറേഷൻ നോക്കുന്നു. പൾസ് റേറ്റ് നമ്മൾ നോക്കുന്നതിന് മുമ്പ് ഏത് ഹാൻഡാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ആ ഹാൻഡിൽ എഡിമ, സ്വെല്ലിങ്, സ്കിൻ ലീഷൻ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മുടെ റേഡിയൽ സൈറ്റിൽ നമ്മളുടെ ഫിംഗർ വെച്ച് പൾസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല എക്സാക്റ്റ് പൾസ് റേറ്റ് കിട്ടുമെന്ന്. കാരണം നമ്മൾ ഓൾറെഡി ടെൻസ്ഡ് ആയിരിക്കും, പാനിക്കായിരിക്കും. അപ്പോൾ അതൊന്നും അറിയേണ്ട. നിങ്ങൾക്ക് എത്രയാണ്, കാരണം അവിടെ ഇരിക്കുന്ന ഒരു നോർമൽ പേഷ്യൻ്റ് ആണ്, അവരുടെ ഒരു പൾസ് മിക്കവാറും നോർമൽ റേറ്റ് തന്നെയായിരിക്കും. 80, 88 അല്ലെങ്കിൽ 78 എന്ന് എഴുതിയൊരു കുഴപ്പമില്ല. മറന്നു പോകരുത്, നമ്മൾ പറയുന്നത് തന്നെയായിരിക്കണം നമുക്ക് തന്നിരിക്കുന്ന റഫ് പേപ്പറിൽ എഴുതേണ്ടത്. അപ്പോൾ ആ 78 എന്ന് പറഞ്ഞാൽ റഫ് പേപ്പറിൽ അത് തന്നെ എഴുതുക, മാറിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പൾസ് റേറ്റ് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഫോബോച്ച് സെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു ഈസി മെത്തേഡ് 12, 6, 3, 9 ഇതിൽ ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ 1-ലോ 2-ലൊക്കെ ആണെങ്കിൽ നമ്മൾ 1 മിനിറ്റ് കഴിഞ്ഞോ 1-ലാണോ സ്റ്റാർട്ട് ചെയ്തത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും പറയണത്. 12, 9, 3, 6 അങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ഈസി മെത്തേഡാണ്. അതിൽ സ്റ്റാർട്ട് ചെയ്തു, പൾസ് റേറ്റ് ചെക്ക് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ പേഷ്യൻ്റെ കൈ എടുത്ത് ക്രോസ് ചെയ്ത് ചെസ്റ്റിലോട്ട് വയ്ക്കുന്നു. വെച്ചിട്ട് നമ്മൾ അവിടെ റെസ്പിറേഷൻ നോക്കണം. ഈ റെസ്പിറേഷൻ നോക്കുന്ന സമയത്ത് നമ്മൾ വേറെ എവിടെയും നോക്കാൻ പാടില്ല, പേഷ്യൻ്റെ ചെസ്റ്റിൽ മാത്രമേ ഒബ്സർവ് ചെയ്യുള്ളൂ. കാരണം നമുക്ക് അവരുടെ ചെസ്റ്റ് റേസിങ് മോണിറ്റർ ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റെസ്പിറേഷൻ കൗണ്ട് ചെയ്തു. എന്നിട്ട് അവരുടെ അടുത്ത് പറയേണ്ട എങ്ങനെയാണ്, ഞാൻ നിൻ്റെ പൾസ് 1 മിനിറ്റ് നോക്കി, അതുപോലെ തന്നെ റെസ്പിറേഷൻ 1 മിനിറ്റ് നോക്കി, ബട്ട് ഞാൻ റെസ്പിറേഷൻ നോക്കുകയെന്ന് ഇൻഫോം ചെയ്തില്ല. കാരണം നീ അതിൽ കൂടുതൽ കോൺഷ്യസ് ആയിരിക്കും, അതുകൊണ്ട് അതിൻ്റെ റേറ്റ് വേരി ആവാൻ ചാൻസ് ഉണ്ട്. സോറി അബൌട്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് പൾസ് റേറ്റ് ഈസ് ഇത്രയാണ്. റേറ്റ്, റിതം, സ്ട്രെങ്ത് ആർ നോർമൽ എന്നാണ് അവിടെ പറയേണ്ടത്. റെസ്പിറേഷൻ്റെ കേസിലാണ് ഈ റേറ്റ്, റിതം, ഡെപ്ത് ആർ നോർമൽ എന്ന് പറയുന്നിട്ട് പിന്നെ നമ്മൾ ആ മാർക്കിംഗ് ക്രൈറ്റീരിയ പറഞ്ഞിരിക്കുന്ന പോലെ നോ സീസോ ബ്രീത്തിങ്, നോ കഫിങ്, നോ വീസിങ്, നോട്ട് യൂസിങ് എനി അക്സസറി മസിൽസ്, അങ്ങനത്തെ കുറച്ച് 3-4 പറഞ്ഞേക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് സർക്കുലേഷനായിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ BP എടുക്കണം. അതുപോലെ കാപ്പിലറി ഫില്ല് നോക്കാനുണ്ട്, സാച്ചുറേഷൻ നോക്കേണ്ടത് അവിടെയാണ്. ഈ റെസ്പിറേഷൻ്റെ ഒരു കേസിൽ എന്ന് വെച്ചാൽ ന്യൂമോണിയയുടെ കേസിൽ മാത്രം അവിടെ ഇരിക്കുന്ന റിയൽ പേഷ്യൻ്റ് അവർ നല്ലതായിട്ട് കഫ് ചെയ്യും, ബ്രെത്ത് ഹോൾഡ് ചെയ്യും, നല്ല പോലെ ആസ്മാറ്റിക് പേഷ്യൻ്റ് പോലെ അവരിങ്ങനെ നല്ലപോലെ വലിക്കുന്ന പോലെയൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റെസ്പിറേറ്ററി റേറ്റ് അപ്പോൾ കൂടുതലാണ്, ബ്രെത്ത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ പറയണം, ഓക്കെ നിൻ്റെ റെസ്പിറേറ്ററി റേറ്റ് എനിക്ക് കൂടുതലാണ് കിട്ടിയത്, നീ അക്സസറി മസിൽസ് യൂസ് ചെയ്യുന്നുണ്ട്, നിനക്ക് വീസിങ് ഉണ്ട്, കഫിങ് ഉണ്ട്, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, ഐ വിൽ ഇൻഫോം ടു ദ ഡോക്ടർ ആഫ്റ്റർ ദ അസസ്മെൻറ്റ്. അതാണ് നമ്മളവിടെ പറയേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകേണ്ട സർക്കുലേഷനായിട്ടാണ്. സർക്കുലേഷനിൽ പോകുമ്പോൾ BP
അതുപോലെ സാച്ചുറേഷനും ക്യാപ്പിലറി ഫില്ലും നോക്കേണ്ടത് ഇവിടെയാണ്. ബ്ലഡ് പ്രഷർ നോക്കുന്നതിന് മുമ്പ് നമ്മൾ ഏത് ഹാൻഡാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് നോക്കുക. ചില കേസുകളിൽ നമുക്ക് BP എടുക്കാൻ പറ്റില്ലാത്ത സ്റ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫിസ്റ്റുലുള്ള കേസിൽ നമുക്ക് BP എടുക്കാൻ പറ്റില്ല. അതുപോലെ എന്തെങ്കിലും പ്രീവിയസ് സർജറി ചെയ്തിട്ടുള്ള ഒരു കേസിൽ നമുക്ക് ആ കയ്യിൽ BP എടുക്കാൻ പാടില്ല. പിന്നെ ക്യാനിലുള്ള ഹാൻഡിൽ BP എടുക്കാൻ പറ്റത്തില്ല. എഡിമ, സ്വെല്ലിങ്, ഇഞ്ചുറി അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ആ ഹാൻഡിലുണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നാണത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് BP എടുക്കുന്നതിന് മുമ്പ് പേഷ്യൻ്റെ അടുത്ത് 1-2 കാര്യങ്ങൾ ചോദിക്കണം. നിൻ്റെ കയ്യിൽ ഫിസ്റ്റുല ഉണ്ടോ, എന്തെങ്കിലും സർജറി നേരത്തെ ചെയ്തിട്ടുണ്ടോ എന്ന് ആ 2 ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഐ എം ഹാപ്പി ടു പ്രൊസീഡ് വിത്ത് ദിസ് ഹാൻഡ്, ദർ ഈസ് നോ സ്വെല്ലിങ്, നോ എഡിമ, നോ സ്കിൻ ലീഷൻ, നോ IV ക്യാനുല, there is no fistula, no surgery has been done before എന്ന് പറഞ്ഞിട്ട് now I am going to apply the BP cuff above the upper arm. It will cover 80% of the upper arm above the antecubital fossa എന്നൊന്ന് പറയണം. എന്നിട്ട് പേഷ്യൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം, ഇത് ഇൻഫ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് യു മേ ഫീൽ ലിറ്റിൽ ബിറ്റ് ഡിസ്കംഫോർട്ട്, അപ്പോൾ നീ വറി ചെയ്യേണ്ട, അത് ഡീഫ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഓക്കെ എന്നൊരു റിയഷുറൻസ് കൊടുത്തിട്ട് നമ്മൾ BP എടുക്കാൻ നോക്കുക. ആ സമയത്ത് നമ്മൾ BPയുടെ പാർട്ടിസിൻ്റെ ബട്ടൺ ഓൺ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മൾക്ക് നോക്കേണ്ടത് ക്യാപ്പിലറി ഫില്ലറാണ്. അപ്പോൾ ഒരു ഫിംഗർ അവരെ അടുത്ത് പ്രിഫർ ചെയ്യാൻ പറയുന്നു. അപ്പോൾ ഒരു ഫിംഗർ കാണിച്ചു തരും. ആ ഫിംഗറിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 സെക്കൻഡ് ഐ വിൽ പ്രസ് ആൻഡ് റിലീസ് ചെയ്തിട്ട് 2 സെക്കൻഡ് ഇറ്റ് ഈസ് റീഫിൽഡ്, യുവർ ക്യാപ്പിലറി ഫില്ലർ നോർമൽ ആണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഐ വാണ്ട് ടു ചെക്ക് യുവർ സാച്ചുറേഷൻ ലെവൽ എന്ന് പറഞ്ഞിട്ട് പൾസ് ഓക്സിമീറ്റർ ആ ഫിംഗറിൽ തന്നെ വെക്കുന്നു. പക്ഷേ ആ ഫിംഗർ നമ്മൾ ഒന്ന് പറയണം, ദർ ഈസ് നോ സ്കിൻ ലീഷൻ, നോ ഇഞ്ചുറി, നോ എഡിമ, ഐ എം ഹാപ്പി ടു പ്രൊസീഡ് വിത്ത് ദിസ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മളെപ്പോഴും ക്യാപ്പിലറി ഫില്ലർ ചെക്ക് ചെയ്യാനും അതുപോലെ പൾസ് ഓക്സിമീറ്റർ വെക്കാനും. ഓക്കെ, പൾസ് ഓക്സിമീറ്റർ അപ്പോൾ നമുക്ക് അതിനകത്ത് റീഡിങ് കിട്ടി, നമ്മളത് വേഗം നമ്മുടെ റഫ് പേപ്പറിൽ എഴുതി. അതുപോലെ BP റീഡിങ് കിട്ടി, അത് നമ്മൾ റഫ് പേപ്പറിൽ എഴുതി. പിന്നെ നമ്മൾ പോകുന്ന ഡിസബിലിറ്റിയിലാണ്. ഡിസബിലിറ്റിയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനേ ഉള്ളൂ. അവിടെ നമ്മൾ ജസ്റ്റ് ചോദിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇവിടെ ACVPU ആണ് നമ്മൾ നോക്കുന്നത്. അലേർട്ടാണ്, ഐ നോ യു ആർ അലേർട്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കേണ്ടത് പെയിൻ ഉണ്ടോയെന്ന് അവിടെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ എന്തെങ്കിലും പെയിൻ ഉണ്ടെന്ന് അവർ പറയുവാണെങ്കിൽ നമ്മൾ പെയിൻ സ്കോർ നമ്മൾ കൊടുക്കുക. അപ്പോൾ 0 to 10 ആണ് പെയിൻ സ്കെയിൽ, നിൻ്റെ സ്കോർ പറയാം. അപ്പോൾ ഒരു പെയിൻ 7 പറയുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. കാരണം നമുക്കൊരു ബേസിക് പ്രോബ്ലം കിട്ടി കെയർ പ്ലാൻ എഴുതാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ചോദിക്കേണ്ട യൂറിൻ ഔട്ട്പുട്ടിൻ്റെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ യൂറിൻ ഔട്ട്പുട്ടിൻ്റെ കാര്യം ചോദിക്കുന്നത് പെയിൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെയിൻ മെഡിസിൻ തരാം, ഇത് അസസ്മെൻറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഐ വിൽ ഇൻഫോം ഡോക്ടർ എന്ന് പറഞ്ഞേക്കുക. അതിനുശേഷം നമ്മൾ യൂറിൻ ഔട്ട്പുട്ട് എത്രയാണെന്ന് ചോദിച്ചു. എത്രയാണെന്നല്ല, എങ്ങനെയുണ്ട് യൂറിൻ ഔട്ട്പുട്ട്, നോർമൽ അല്ലേ എന്ന് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചോദിക്കേണ്ടത് ബ്ലഡ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങിൻ്റെ കാര്യമാണ്. നീ ഡയബറ്റിക് ആണോ, നിൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് ആരെങ്കിലും നോക്കിയോ എന്ന് പറയും. ഇപ്പോൾ ആരും നോക്കിയില്ല എന്ന് പറയുകയാണെങ്കിൽ ആഫ്റ്റർ ദ അസസ്മെൻറ്റ് ഞാൻ നോക്കാം എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുന്നത് എക്സ്പോഷർ ഇട്ടാണ്. എക്സ്പോഷറിൽ നമുക്ക് ചെയ്യാനുള്ളത് ടെമ്പറേച്ചർ നോക്കാം. ടെമ്പറേച്ചർ നോക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, തെർമോമീറ്റർ നമ്മളെപ്പോഴും 1 ഫിംഗർ ഗ്യാപ്പിൽ കൂടുതൽ വെക്കരുത്, അല്ലെങ്കിൽ അത് തെറ്റായിട്ടുള്ള റീഡിങ്ങേ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, തെർമോമീറ്റർ വെക്കുമ്പോൾ മാക്സിമം അടുപ്പിച്ച് ഫോർഹെഡിനോട് ചേർത്ത് വെച്ചിട്ട് മോണിറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ബട്ടൺ പ്രസ് ചെയ്തു, അതിനകത്ത് റീഡിങ് തെളിഞ്ഞു, നമ്മൾ എഴുതി. അതിനു മുമ്പ് അതെഴുതി. പിന്നെ നമ്മൾ ചോദിക്കേണ്ടത് ക്വസ്റ്റ്യൻസ് ആണ്. നിനക്ക് ബ്രൂസ് ഉണ്ടോ, ബ്ലീഡിങ് ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും സ്കിൻ റാഷസ് നിൻ്റെ ബോഡിയിലുണ്ടോ, ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ആ സമയത്ത് അവിടെ ഈ A to E ലാസ്റ്റ് സ്റ്റേജിൽ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ്. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അവരുടെ അടുത്ത് പറയും, ഓക്കെ ഞാനിതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്തിട്ട് ഐ വിൽ ബി ബാക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നു. അസസറോട് പറയാം, അസസർ കുഡ് യു അസ്യൂം ഐ ഹാവ് റീപ്ലേസ്ഡ് മൈ ഓൾഡ് ആർട്ടിക്കിൾസ് എന്നൊരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗ്ലൗസ് എപ്രോൺ ഊരിക്കളഞ്ഞിട്ട് ഹാൻഡ് ഹൈജീൻ ചെയ്തിട്ട് നേരെ വരുന്നത് ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ നല്ല കെയർഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 90% ആൾക്കാർ എപ്പോഴും ഫെയിലാകുന്നത് ഈ ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുന്ന സമയത്താണ്. കാര്യം അവർ നല്ല വൃത്തിയായിട്ട് വൈറ്റൽ സൈൻസ് എല്ലാം എടുക്കും, പക്ഷേ ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫെയിലാവുന്നത് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 2-3 മിനിറ്റ് ബാക്കിയുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം അത് നോക്കണം, നമ്മൾ ചെയ്ത് ശരിയാണോ എന്ന്. പേഷ്യൻ്റെ പേരും ഡീറ്റെയിൽസും അതിൽ ഓൾറെഡി ഉണ്ടാകും,
നമ്മൾക്ക് ചെയ്യേണ്ടത് ഡേറ്റ് എഴുതുക, ടൈം എഴുതുക, നമ്മുടെ സിനാരിയോയിലുള്ള ടൈം, പിന്നെ പൾസ് റേറ്റ്, അതെല്ലാം ഒരു ഗ്രീൻ പെൻ ആയിരിക്കും. അപ്പോൾ ചുമ്മാ ഒരു ഡോട്ട് ഇടാതെ നല്ല തിക്കായിട്ട് അത് ഡോട്ട് ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, അലേർട്ട് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അലേർട്ടാണോ അല്ലയോ എന്നുള്ളത്. ആ എഴുതാൻ മറക്കുന്നതാണ് ഒത്തിരി പേര് ഫെയിലായെന്ന് ഞാനിങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മളതെല്ലാം ടോട്ടൽ സ്കോർ ചെയ്ത് എഴുതുന്നത്, ഒന്ന് ന്യൂസ് ചാർട്ട് സ്കോർ ഒന്ന് അതിൻ്റെ പഠിച്ചു വയ്ക്കുക, എങ്ങനെയാണ് സ്കോർ നോക്കേണ്ടതെന്ന്. പിന്നെ എസ്കലേഷൻ മെത്തേഡ്, അത് എസ് ആണ് നമ്മളവിടെ എഴുതേണ്ടത്. കാരണം ന്യൂലി നേഴ്സ് ആയതുകൊണ്ട് അപ്പോഴും വൈ എന്ന് എഴുതുക, അല്ലെങ്കിൽ YES എന്ന് എഴുതുക. പിന്നെ നമ്മൾക്ക് ആ 4 to 6 hourly മോണിറ്ററിങ് ഉണ്ടല്ലോ, മോണിറ്ററിങ് അത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂസ് ചാർട്ടിൻ്റെ സ്കോർ അനുസരിച്ച് മോണിറ്ററിങ് എന്നുള്ളത് നമ്മളൊന്ന് പഠിച്ചിട്ട് പോവുക. നമുക്കത് തിരിച്ചു മറിച്ച് നോക്കാനുള്ള ഒരു സമയമൊന്നുമില്ല അവിടെ. അപ്പോൾ ഒരു പാരാമീറ്റർ 3 ആണെങ്കിൽ നമുക്ക് എത്രയാണ്, എങ്ങനെയാണ് മോണിറ്ററിങ് വരുന്നത്, അതുപോലെ 4 ആണ് ന്യൂസ് സ്കോറെങ്കിൽ എങ്ങനെയാണ് മോണിറ്ററിങ് വരുന്നത്, അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക നമ്മൾ. എന്നിട്ട് പിന്നെ അവിടെ നമ്മുടെ സൈൻ ചെയ്യുക, ഇനീഷ്യൽ ഇട്ടാൽ മതി. അത്രയും കഴിഞ്ഞിട്ട് ന്യൂസ് ചാർട്ട് കഴിഞ്ഞ് ഈ സമയത്താണ് നമ്മൾ ഇപ്പോൾ ഡയബറ്റിക് കേസിലാണെങ്കിൽ മസ്റ്റ് ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്ത് എഴുതേണ്ടതും, PHQ-9 ടോട്ടൽ ചെയ്ത് എഴുതുക. അതുപോലെ 6 സിറ്റ്, ഇതെല്ലാ ഫോമുകളും എക്സ്ട്രാ ഫോമുകളും ഉള്ളതെല്ലാം ഈ ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യണ സമയത്താണ് ടോട്ടൽ ചെയ്ത് എഴുതേണ്ടത്. നോർമൽ ഒരു കേസിലാണെങ്കിൽ ന്യൂസ് ചാർട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ഡയബറ്റിക്, അൾഷിമേഴ്സ്, ഡിപ്രഷൻ അങ്ങനെയുള്ള കേസിൽ എക്സ്ട്രാ ഫോമുകളുണ്ട്, അതെല്ലാം ഫില്ല് ചെയ്യേണ്ടത് ഈ സമയത്താണ്. ഇത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. ഞാനിത് നിൻ്റെ ന്യൂസ് ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പൾസ് ഇത്രയാണ്, BP ഇത്രയാണ്, റെസ്പിറേഷൻ ഇത്രയാണ്, നിൻ്റെ ന്യൂസ് സ്കോർ ഇത്രയാണ്. ഞാനിത് ഡോക്ടറുടെ അടുത്ത് പറയാം. എന്നിട്ട് പറയണം, I want to ask you couple more questions, are you okay എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ യെസ് എന്ന് പറയുന്നു. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കണ്ട. ജസ്റ്റ് നിങ്ങളുടെ ഇപ്പോൾ രാവിലെ തൊട്ട് എങ്ങനെയാണ്, സ്ലീപ്പിംഗ് പാറ്റേൺ ഓക്കെ അല്ലേ, നിനക്ക് എപ്പിറ്റൈറ്റ് ഓക്കെ അല്ലേ, നിൻ്റെ ബൗൾ മൂവ്മെൻറ്റ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. നീ വാക്കിങ് എന്തെങ്കിലും ഒരു അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മൾ സ്പിരിച്വൽ ഹിസ്റ്ററിയാണ് ചോദിക്കുന്നത്. ഡു യു ഹാവ് എനി കൺസേൺ അബൌട്ട് യുവർ സ്പിരിച്വൽ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറയും. ഇപ്പോൾ ഒരു ചാപ്ലൈനെ കാണണം എന്ന് പറയണേ, അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഒരു റിയഷൻസ് കൊടുക്കുക. അതുപോലെ സോഷ്യൽ ഹിസ്റ്ററി അങ്ങ് വരുമ്പോൾ ടു ഹൂം വിത്ത് യുവർ ലീവ് ഒരു വാക്ക് ചോദിച്ചാൽ മതി. അവർ ഹസ്ബൻഡിൻ്റെ കൂടെ ആണെങ്കിൽ അവർ അതേന്ന് പറയും. അപ്പോൾ അത്രയും മാത്രം ചോദിച്ചാൽ മതി. പിന്നെ നീ സ്മോക്ക് ചെയ്യോ, അതുപോലെ തന്നെ പിന്നെ ഡ്രിങ്ക് ചെയ്യോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ചോദിക്കുക. സ്മോക്ക് ചെയ്യുമെന്ന് പറയണേ, ഇപ്പോൾ ഒത്തിരി സിഗരറ്റൊക്കെ വലിക്കുമെന്ന് പറയുവാണെങ്കിൽ നമ്മളത് ഈ രാജ്യത്ത് അതൊരു തെറ്റല്ലല്ലോ. അപ്പോൾ അതൊരു എന്താ പറയുക, അത് അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കരുത്. അയ്യോ നീ അത്രയും വലിക്കുമോ, അങ്ങനെയൊന്നും ചോദിക്കാൻ പോകരുത് ഒരിക്കലും. ഓക്കെ, വുഡ് യു ലൈക്ക് ടു സ്റ്റോപ്പ് ദ സ്മോക്കിംഗ് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ യെസ് എന്ന് ചിലർ പറയും. അപ്പോൾ എന്താണ് നമ്മൾ പറയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ സ്മോക്കിംഗ് സെസേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഐ ക്യാൻ റെഫർ യു എന്ന് പറയുക. ചിലർ പറയും നോ പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മളും ഓക്കെ ആ ഒരു മൈൻഡിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വേറെ എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ പോകണ്ട അവിടെ. പിന്നെ ഡ്രിങ്കിങ്ങിൻ്റെ ഹാബിറ്റ്, അപ്പോൾ നിങ്ങൾക്ക് അത് നിർത്താൻ താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ്, അതിന് ഞാൻ എന്താ ഹെൽപ്പാണ് ചെയ്യേണ്ടത്, അത്ര ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് ഒത്തിരി കുഴപ്പമൊന്നും വേണ്ട. സിമ്പിളായിട്ട് ചോദിച്ച് നമ്മളിപ്പോൾ 1-2 വാക്കിൽ അത് തീർത്താൽ മതി. ഇനി അസസ്മെൻറ്റ് ശേഷം എന്തെല്ലാം റീസണുകൾ കൊണ്ടാണ് എല്ലാവരും ഫെയിലാവുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് എനിക്ക് ഒരു നോളജ് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫെയിലായിട്ടുള്ള കുറച്ച് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഷെയർ ചെയ്ത് തന്നാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത് എനിക്ക് കിട്ടിയ അറിവ്, ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫെയിലായ ആളുകൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂട്ടി വെച്ചിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അസസ്മെൻറ്റ് സെഷനിൽ സിനാരിയോ 2 മിനിറ്റെങ്കിലും നമ്മൾ റീഡ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. അതിൽ പ്രസൻറ്റ് കണ്ടീഷനും അതുപോലെ തന്നെ സെറ്റിങ്ങും കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ടൈമാണ്. ഈ സെയിം ടൈം തന്നെയാണ് നമ്മൾ ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുമ്പോൾ അതിൽ എഴുതേണ്ടത്. ആ ടൈം എഴുതിയത് മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ഫീൽ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റെസ്പിറേഷൻ എടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്തത് ഇല്ല എന്നൊരു കാരണത്താൽ ഫെയിൽ ആക്കാറുണ്ട്. അപ്പോൾ റെസ്പിറേഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, പേഷ്യൻ്റെ ചെസ്റ്റിലാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൈമും ഡേറ്റും കൃത്യമായിട്ടല്ല എഴുതിയിരിക്കുന്നത് നോക്കുക. പിന്നെ നമ്മൾ നോക്കേണ്ടത് അവിടെ എയർ ഓർ ഓക്സിജൻ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമ്മൾ എയർ എന്ന സ്ഥലത്താണ് ടിക്ക് ചെയ്യേണ്ടത്. അവിടെ എ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇടാം, അല്ലെങ്കിൽ ടിക്ക് ഈ 3 ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അത് മറന്നു പോകരുത്. പിന്നെ ഒരു ചോദിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, 90% ആൾക്കാർ ഫെയിൽ ആയിട്ടുള്ള ഒരു മെയിൻ റീസൺ ഉണ്ട്.
അലേർട്ട് ഓർ കോൺഷ്യസ് എന്നൊരു ക്വസ്റ്റിനകത്ത് അത് ബ്ലാങ്ക് ആയിട്ട് ഇടുക, അത് ഫില്ല് ചെയ്യാതെ പോകുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അലേർട്ട് ഓർ കോൺഷ്യസ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എ ആണ് ഇടേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇടാൻ ടിക്ക് ചെയ്യാം. ആ ഒരു സ്ഥലം നിങ്ങൾ വിട്ടു പോകരുത്. ഒത്തിരി പേര് ഫെയിൽ ആവുന്നതാണ്. കാരണം ഈ ന്യൂസ് ചാർട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഒരു ടെൻഷൻ പോലെ വരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ അലേർട്ട് എന്നുള്ള സ്ഥലം ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. പിന്നീട് ടോട്ടൽ ഒന്ന് കൂട്ടി എഴുതുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒരു 3 പ്രാവശ്യമെങ്കിലും കൂട്ടി എഴുതിയത് കൃത്യമാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം അസസർക്ക് പേപ്പർ കൈമാറുക. അതുപോലെ എസ്കലേഷൻ മെത്തേഡ് ഉണ്ട്, അതിനകത്ത് നമ്മൾ എസ് ആണ് എഴുതേണ്ടത്, കാരണം നമ്മൾ ന്യൂ ലിനേഴ്സ് ആയതുകൊണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് മോണിറ്ററിങ് ഫ്രീക്വൻസിയാണ്. അത് ഒത്തിരി പേര് തെറ്റിക്കാറുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ മോണിറ്ററിങ് ഫ്രീക്വൻസി ഒന്ന് പഠിച്ചിട്ട് പോവുക, കറക്റ്റായിട്ട് എഴുതാൻ നോക്കുക. അതുപോലെ പിന്നെ നമ്മുടെ ഇനീഷ്യൽ ഇടാൻ മറന്നു പോകരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ കുറേ ആളുകൾ ഫെയിലായെന്ന് പറയുന്ന റീസണ് 6 ഇറ്റ് കൂട്ടി എഴുതിയപ്പോൾ അത് തെറ്റിപ്പോയി എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ 6 ഇറ്റ് കൂട്ടി എഴുതുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടല്ലേ കൂട്ടി എഴുതിയത് എന്നൊരു 3 പ്രാവശ്യമെങ്കിലും ഒന്നുകൂടെ നോക്കിയതിന് ശേഷം മാത്രം നമ്മളുടെ എക്സാം ഫിനിഷായെന്ന് എക്സാമിനോട് പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ മസ്റ്റിൻ്റെ ചാർട്ടും എല്ലാ നമുക്ക് കിട്ടുന്ന ചാർട്ടുകളെല്ലാം ടോട്ടൽ സ്കോർ എഴുതിയത് ശരിയല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൊടുക്കാൻ നോക്കുക. അസസ്മെൻറ്റ് സ്റ്റേഷൻ അത്ര ടഫായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല, നിസ്സാര കാര്യങ്ങൾക്കാണ് എല്ലാവരും ഫെയിൽ ആവാറ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അസസ്മെൻറ്റ് സ്റ്റേഷൻ സിമ്പിളായിട്ട് പാസ്സാവും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഒത്തിരി പ്രയോജനം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.